Hi students, welcome to today's chemistry class, Thermodynamic part 3. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ enthalpy of the system ആണ് പഠിക്കുന്നത്. Enthalpy എന്ന് പറഞ്ഞാൽ ഹീറ്റ് കണ്ടന്റ് ആണ് നമുക്കറിയാം. നമ്മൾ സമയം കളയാതെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. Enthalpy change of a reaction. In a chemical reaction, reactants are converted into products. ഒരു കെമിക്കൽ റിയാക്ഷൻ ആ റിയാക്ഷനകത്ത് റിയാക്റ്റൻസ് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. റിയാക്റ്റൻസ് ഗീവ്സ് പ്രൊഡക്റ്റ്. ഈ റിയാക്റ്റൻസ് പ്രൊഡക്റ്റ് ആവുമ്പോൾ അവിടുത്തെ ഹീറ്റ് കണ്ടന്റിന് വ്യത്യാസം വരുന്നു. ദ എൻതാൽപ്പി ചേഞ്ച് അക്കംപനിങ് എ റിയാക്ഷൻ ഇസ് കോൾഡ് ദ റിയാക്ഷൻ എൻതാൽപ്പി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ റിയാക്ഷൻ. നമുക്കറിയാം റിയാക്റ്റൻസ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ പലതരത്തിലുള്ള ചേഞ്ചസ് ആണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് അവിടുത്തെ ഹീറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ എൻതാൽപ്പിക്ക് വ്യത്യാസം വരുന്നു. ദ എൻതാൽപ്പി ചേഞ്ച് അക്കംപനിങ് എ റിയാക്ഷൻ. ദ എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ എച്ച്. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി. ചേഞ്ച് ഇൻ എൻതാൽപ്പി ദാറ്റ് ഈസ് ഈക്വൽ ടു റിയാക്റ്റൻസ് ഗീവ്സ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ആ റിയാക്ഷൻ്റെ ചേഞ്ച് ഇൻ എൻതാൽപ്പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഡെൽറ്റ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ദ പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ദ റിയാക്റ്റൻസ്. എത്ര റിയാക്റ്റൻസ് ഉണ്ടോ അതിൻ്റെ എൻതാൽപ്പി, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻസ് എന്ന് പറയുന്നതാണ് എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച്. നമുക്കത് ഇങ്ങനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഡെൽറ്റ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ. സിഗ്മ എന്ന സം എന്നാണ്. എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻസ്. നിങ്ങളിത് ഓർത്തിരിക്കുക. ഇക്വേഷൻ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ എൻതാൽപ്പീസ് ഓഫ് ദ പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് ദ എൻതാൽപ്പീസ് ഓഫ് ദ റിയാക്റ്റൻസ്. ഓക്കെ, ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻസ് എന്നുള്ള കാര്യമാണ് എൻതാൽപ്പി ചേഞ്ച് നമ്മൾ എടുക്കുന്നത്. നമുക്കറിയാം പലതരത്തിലുള്ള ഫേസ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അവിടെ എല്ലാം ഒരു ഫേസ് അടുത്ത ഫേസിലേക്ക് മാറുമ്പോൾ അവിടെ എൻതാൽപ്പിക്ക് വ്യത്യാസം വരുന്നു. ഫേസ് ട്രാൻസ്ഫോർമേഷൻ ഇൻവോൾവ് എനർജി ചേഞ്ചസ്. In short, it requires heat for doing a action. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഐസ് ഫോർ മെൽറ്റിംഗ് ഇൻ ടു വാട്ടർ. ഐസ് വെള്ളമായി മാറുന്നു. സോളിഡ് ലിക്വിഡ് ആകുന്ന അവസ്ഥ. H2S സോളിഡ് H2O ലിക്വിഡായി മാറുന്നു. സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് H2O കൺവേർട്ട് ചെയ്യുകയാണ്. അവിടെ എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാകുന്നു ഡെൽറ്റ എച്ച്. ആ ഡെൽറ്റ എച്ച് നമ്മൾ പറഞ്ഞ ഫ്യൂഷൻ എന്നാണ്. ഡെൽറ്റ എച്ച് ഫ്യൂഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 കിലോജൂൾ പെർ മോൾ. ദ എൻതാൽപ്പി ചേഞ്ച് ദാറ്റ് accompanies melting of 1 mole of a solid substance in a standard state is called as standard enthalpy of fusion or molar enthalpy of fusion. It is denoted by delta fusion എച്ചിന്റെ മുകളിലായിട്ടൊരു സീറോ കൊടുത്തിരിക്കുന്നു. അതായത് സീറോ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഡെൽറ്റ എച്ച് എഫ് എച്ച് സീറോ എന്നുള്ളത്. ഇത് ഓർത്തിരിക്കുക. ഇവിടെ 1 മോൾ ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് ഇൻ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിന്റെ ഇസ് കോൾഡ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഓർ മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ഓക്കെ, നമ്മളിപ്പം ഫേസ് ട്രാൻസ്ഫോർമേഷൻ ആണ് പഠിക്കുന്നത്. അടുത്ത ട്രാൻസ്ഫോർമേഷൻ ആണ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു വേപ്പറൈസ് 1 മോൾ ഓഫ് എ ലിക്വിഡ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് അണ്ടർ സ്റ്റാൻഡേർഡ് പ്രഷർ. ഇവിടെ സ്റ്റാൻഡേർഡ് പ്രഷർ 1 ബാർ ആണ്. 1 ബാർ പ്രഷർ ആണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. is called as standard enthalpy of vaporization or molar enthalpy of vaporization. Enthalpy of vaporization എന്ന് പറഞ്ഞാൽ 1 മോൾ ലിക്വിഡ് ഗ്യാസ് ആയി മാറുന്ന ആ പ്രോസസ്സിനകത്ത് ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ വേപ്പറൈസേഷൻ എച്ച് സീറോ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. എന്താണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയി മാറുന്ന അവസ്ഥയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്.
Standard enthalpy of sublimation is the change in enthalpy when 1 mole of a solid substance sublimes at a constant temperature and under standard pressure. Standard pressure ഓർത്തിരിക്കുക 1 bar. ഓക്കെ, നമ്മളിവിടെ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ചിനെ പറ്റിയാണ്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള എൻതാൽപ്പി ചേഞ്ച് 1 bar പ്രഷർ ആണ്. ഇവിടെ സബ്ലിമേഷൻ ഡെൽറ്റ എച്ച്, സബ്ലിമേഷൻ എച്ച് റെസ് 0 എന്നുള്ളതാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. സ്റ്റാൻഡേർഡ് ഫോർമേഷൻ എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് അതിലുള്ള എൻതാൽപ്പി ചേഞ്ച്. ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. Standard enthalpy of reaction. Enthalpy of a reaction depends on the condition under which a reaction is carried out. It is therefore necessary that we must specify some standard conditions. The standard enthalpy of reaction is the enthalpy change of a reaction for when all participating substances are in the standard state. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, എല്ലാ പാർട്ടിസിപ്പേറ്റിംഗ് സബ്സ്റ്റൻസും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കണം. The standard state of a substance at a specified temperature is its pure form at a 1 bar. 1 bar pressure, 1 bar പ്രഷറിലുള്ളപ്പോഴുള്ള ആ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്, the standard state of a substance at a specified temperature is its pure form at 1 bar. നിങ്ങളുടെ മനസ്സിൽ വേണം, സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പ്രഷർ 1 bar എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് ലിക്വിഡ് എഥനോൾ. ലിക്വിഡ് എഥനോൾ ആണ് അറ്റ് 298 Kelvin ഈസ് പ്യുവർ ലിക്വിഡ് എഥനോൾ അറ്റ് 1 bar, പ്യുവർ ലിക്വിഡ്. അതുപോലെ അയൺ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് സോളിഡ് അയൺ അറ്റ് 500 Kelvin ഈസ് പ്യുവർ അയൺ അറ്റ് 1 bar. പ്രഷർ ഓർത്തിരിക്കുക 1 bar. നമുക്കിവിടെ പറയാം സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് റെസ് 0 എന്നുള്ള ആ കൺസെപ്റ്റിൽ നിങ്ങൾ ഓർത്തിരിക്കുക. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ അതങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 1 bar പ്രഷർ എന്നുള്ള കണ്ടീഷനിലുള്ള സ്റ്റേറ്റ്. എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ? ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻതാൽപ്പി ചേഞ്ചിനെ പറ്റിയാണ്. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കണ്ടന്റ് ആണ്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആകുന്നു. ആ റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആകുമ്പോൾ അവിടെ അതിന്റെ ഹീറ്റിന് ചേഞ്ച് വരും. അതാണ് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്. ദി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെൽറ്റ എച്ച് എഫ്. ഇവിടെ ഓരോ സ്റ്റേറ്റ് നടക്കുമ്പോൾ അതിന്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്ന എന്താണ് അവിടെ ചേഞ്ച് നടക്കുന്നത്. എഫ് എന്ന് പറയുന്നത് ഇവിടെ അർത്ഥം ഫോർമേഷൻ, ഫോർമേഷൻ ഫോം ചെയ്യുക. ദി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെൽറ്റ എച്ച് എഫ് is the enthalpy change when 1 mole of a pure substance is formed from its elements. 1 mole of a pure substance is formed from its elements. നിങ്ങളുടെ മനസ്സിലോട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഡെൽറ്റ എച്ച് എഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. Each element must be in the physical and chemical form which is most stable at normal atmospheric pressure and specified temperature. സാധാരണയായിട്ട് യൂഷ്വലി 298 Kelvin ഓർ സെൽഷ്യസിലാണെങ്കിൽ 25 degree Celsius. ടെമ്പറേച്ചർ ഒക്കെ ഓർത്തിരിക്കുക, 298 Kelvin അല്ലെങ്കിൽ 25 degree Celsius. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെൽറ്റ എച്ച് H2O ലിക്വിഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -285.8 kJ/mol. അങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അത് ഇവിടെ വന്നിരിക്കുന്നത് ഹൈഡ്രജൻ ഗ്യാസ്, 1 mol ഹൈഡ്രജൻ ഗ്യാസും ½ O2 ഗ്യാസും കൂടെ കൂടി ചേർന്ന് 1 mol H2O ലിക്വിഡ് ഉണ്ടാകുന്നു. അതിന്റെ എൻതാൽപ്പി ചേഞ്ച് ആണ് ഡെൽറ്റ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു -285.8 kJ/mol. 1 mol H2O ലിക്വിഡ് ഉണ്ടാകുന്ന ആ ചേഞ്ച് അല്ലെങ്കിൽ ആ എൻതാൽപ്പി ചേഞ്ച് ആണ് ഡെൽറ്റ എച്ച് -285.8 kJ/mol. നമുക്ക് ആ ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം അതെന്താണെന്നുള്ളത്. ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഫോർ എ സിമ്പിൾ സബ്സ്റ്റൻസ് ഇൻ ഇറ്റ്സ് മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് മസ്റ്റ് ബി 0. എന്നാലും നമ്മളിവിടെ തെർമോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിക്കകത്ത് ഇക്വേഷനകത്ത് നമ്മൾ അതിന്റെ ടെമ്പറേച്ചർ കൂടെ എഴുതുവാണ്. തെർമോകെമിസ്ട്രിക്കകത്ത് Thermochemistry is a study the energy effect of a chemical reaction. Chemical reaction energy changes are utilized too. Energy changes ഉണ്ടാകുന്ന chemical reaction അകത്ത് calculate the heat balance of industrial process,
determine the energy of bonds, establish the direction of process. നമ്മൾ ഇതുവരെ കെമിസ്ട്രിയുടെ ഇക്വേഷൻസ് പഠിച്ചു. ഇക്വേഷൻ ബാലൻസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി ഇവിടെ തെർമോകെമിക്കൽ ഇക്വേഷൻ എന്നാൽ എന്താണ്? അതായത് ബാലൻസ് ചെയ്ത ഇക്വേഷന്റെ കൂടെ അതിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ കൂടെ എഴുതുവാണെങ്കിൽ അങ്ങനെയുള്ള ഇക്വേഷനാണ് തെർമോകെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ടുഗദർ വിത്ത് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എച്ച് ഈസ് കോൾഡ് എ തെർമൽ ഇക്വേഷൻ. എന്താണ് ഡെൽറ്റ എച്ച്? ചേഞ്ച് ഇൻ എൻതാൽപ്പി. ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം, the coefficient in a balanced thermochemical equation refer to the number of moles of substance of reactants and product involved in the reaction. അവിടെ ബാലൻസ് ചെയ്ത ഇക്വേഷൻ ആയിരിക്കണം. The value of delta H 0. Delta H 0 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് refers to the number of moles of substance specified by an equation. Standard enthalpy change delta H raised to 0 will have the unit kilojoule per mole. Kilojoule per mole. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഹെസ്സസ് ലോ. പലവട്ടം ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഹെസ്സസ് ലോ. അതുകൊണ്ട് നല്ലപോലെ പഠിക്കണം നമുക്കിത്. ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ നമുക്ക് ഇക്വേഷൻസ് പറയുമ്പോൾ ചിലപ്പോൾ ഒരു റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ നടക്കാം. അതുപോലെ തന്നെ ആ റിയാക്ഷൻ പല സ്റ്റെപ്പുകളിൽ നടക്കുന്ന പ്രോസസ് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഹെസ്സസ് ലോയിലൂടെ പറയുകയാണ്, ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും പല സ്റ്റെപ്പിൽ നടന്നാലും അതിന്റെ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇത് എൻതാൽപ്പി ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. എൻതാൽപ്പി സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതായത് ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും അതാണ് ആ സ്റ്റേറ്റിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിന്റെ വാല്യൂസ്. And therefore, the change in enthalpy is independent of the path between the initial state and the final state. എങ്ങനെ പോകുന്നു എന്ന ആ പാത്തിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എൻതാൽപ്പി ഏത് സ്റ്റേറ്റിൽ നിൽക്കുന്നു, ഇനീഷ്യൽ സ്റ്റേറ്റിലാണെങ്കിലും ഫൈനൽ സ്റ്റേറ്റിലാണെങ്കിലും ആ സ്റ്റേറ്റിൽ വാല്യൂ ആണ് അവിടെ ഉള്ളത്. Enthalpy change for a reaction is the same whether it occurs in one step or a series or a sequence of steps. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെസ്സസ് ലോ. നമുക്ക് പഠിക്കാം. Hess's law states that enthalpy change for a reaction is the same whether it occurs in one step or a series or a sequence of steps. ഓർത്തിരിക്കുക, Hess's lawയുടെ definition. Hess's law states that enthalpy change for a reaction is the same whether it occurs in one step or a series of steps. Okay? If a reaction takes place in several steps, then its standard reaction enthalpy is the sum of the standard enthalpies of the intermediate reactions, into which the overall reaction may be divided at the same temperature. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹെസ്സസ് ലോ ആണ്. ഹെസ്സസ് ലോ എന്താണ് പറയുന്നത്? ഒരു റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ നടന്നാലും അത് പല സ്റ്റെപ്പിൽ നടന്നാലും അതിന്റെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാകണമെങ്കിൽ കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യണം. കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു മെത്തേഡാണ് കാർബൺ പ്ലസ് O2 ഗീവ്സ് കാർബൺ ഡയോക്സൈഡ്. അതിന്റെ എൻതാൽപ്പി ചേഞ്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു Q എന്ന് കൊടുത്തു. Q ടോട്ടൽ നമുക്കൊരു വാല്യൂ ജനറൽ ആയിട്ട് പറയുന്നത് Q എന്നുള്ള വാല്യൂ കൊടുത്തു. ഇനി മെത്തേഡ് 2 എന്ന് പറഞ്ഞാൽ ഈ കാർബൺ ഡയോക്സൈഡ് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് വരികയാണ്. ആ പ്രൊഡക്റ്റ് ആകുമ്പോൾ അവിടെ 2 സ്റ്റെപ്പിലാണ് കാർബൺ ഡയോക്സൈഡിന്റെ ഫോർമേഷൻ നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പിനകത്ത് കാർബൺ ഹാഫ് O2മായിട്ട് കൂടി ചേർന്ന് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു. എന്താ ഉണ്ടാകുന്നത്? കാർബൺ മോണോക്സൈഡ്. നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് എന്താ ആവശ്യം? കാർബൺ ഡയോക്സൈഡാണ് വേണ്ടത്. അതുകൊണ്ട് കാർബൺ മോണോക്സൈഡ് ഒരു ഹാഫ് O2മായിട്ട് കമ്പൈൻ ചെയ്ത് രണ്ടാമത്തെ സ്റ്റെപ്പില് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. നമ്മളിവിടെ കാണുകയാണ് കാർബൺ ഡയോക്സൈഡ് എന്നാണ് പ്രൊഡക്റ്റ്. ഈ മെത്തേഡ് 2വിനകത്ത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് 2 സ്റ്റെപ്പിൽ കൂടിയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പിനകത്ത് കാർബൺ പ്ലസ് ഹാഫ് O2 ഗീവ്സ് കാർബൺ മോണോക്സൈഡ്. അതിന്റെ എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ദാറ്റ് ഈസ് ഈക്വൽ ടു Q1. രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹാഫ് O2 ഗീവ്സ് കാർബൺ ഡയോക്സൈഡ്. അതിന്റെ എൻതാൽപ്പി ദാറ്റ് ഈസ് ഈക്വൽ ടു Q2. നമുക്ക് പറയാം ഇവിടെ മെത്തേഡ് 1നകത്തെ കാർബണിന്റെ എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി എന്ന് പറയുന്നത് Q ആയിരുന്നു. മെത്തേഡ് 2വിനകത്ത് Q
Q1 plus Q2 എന്ന് പറയുന്നത് ആ Qവിന് തുല്യമായിരിക്കും. ഇതാണ് ഹെസ്സസ് ലോ പറയുന്നത്. ഹെസ്സസ് ലോ പറയാണ് ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടന്നാലും അതിന്റെ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ അതിന്റെ ഹീറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, ഹെസ്സസ് ലോ. ഈ ഇക്വേഷൻ വെച്ച് നിങ്ങൾ ഓർത്തിരുന്ന് പറയുക. അക്കോർഡിംഗ് ടു ഹെസ്സസ് ലോ Q that is equal to Q1 plus Q2. മനസ്സിലായല്ലോ? ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്താണ് പറയുന്നത്? എൻതാൽപ്പി ചേഞ്ച് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഇസ് സെയിം whether the reaction take place in one step or a several step. ഇപ്പൊ നമ്മള് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ, എൻതാൽപ്പിയെ പറ്റി പഠിക്കുന്നത് എൻതാൽപ്പി ഹീറ്റ് കണ്ടന്റ് അല്ലെ. കമ്പഷൻ ഓരോ ഫോർമേഷൻ അല്ലെങ്കിൽ ഓരോ റിയാക്ഷനനുസരിച്ചാണ് നമ്മൾ പേരിടുന്നത്. എൻതാൽപ്പി ഓഫ് കമ്പഷൻ, കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്വലനം അല്ലെ. ഈ എൻതാൽപ്പി ഓഫ് കമ്പഷൻ അല്ലെങ്കിൽ ആ കമ്പഷൻ റിയാക്ഷൻ ദീസ് ആർ എക്സോതെർമിക് ഇൻ നേച്ചർ. എക്സോതെർമിക്, ചൂട് ലിബറേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ എൻതാൽപ്പി ചേഞ്ച് പെർ മോൾ ഓഫ് എ സബ്സ്റ്റൻസ് when it undergo combustion and all the reactants and product being in their standard state. നമുക്കറിയാം കമ്പഷൻ, ഹൈഡ്രോകാർബൺ ജ്വലനം നടക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? നമുക്ക് അതിന്റെ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു അല്ലെ. ചൂടും എനർജിയും എല്ലാം ഉണ്ടാകുന്നു. അതുപോലെ ഇവിടെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പിയാണ് നമ്മളിവിടെ പറയുന്നത്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ എൻതാൽപ്പി ചേഞ്ച് പെർ മോൾ ഓഫ് എ സബ്സ്റ്റൻസ് when it undergoes combustion and all the reactants and product being in the standard state. Pressure 1 bar അങ്ങനെയുള്ള ആ കൺസെപ്റ്റ് ആണ് വരേണ്ടത്. It is represented as delta H raised to 0. കമ്പഷൻ C എന്നുള്ളത് കൊടുക്കാം. അതുപോലെ ആറ്റമൈസേഷൻ. ആറ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ ബോണ്ട് ഉണ്ടായിരുന്നു, ആ ബോണ്ട് മോളിക്യൂൾസ് ബ്രേക്ക് ചെയ്ത് ആറ്റമായി മാറുന്നു. അങ്ങനെയുള്ള ആ ചേഞ്ചിനെയാണ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള ആറ്റമൈസേഷൻ. The enthalpy change in the process of breaking bonds is called a standard enthalpy of atomization. It is a change, enthalpy change on breaking one mole of bonds. ഓർത്തിരിക്കുക, one mole of bonds completely to obtain atoms in the gas phase. It is represented as delta A H raised to 0 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ബോണ്ട് എൻതാൽപ്പി. ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യുന്ന എനർജിയാണ്. In thermodynamics divided into two parts. ഒന്നാമത്തെ പാർട്ടാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, രണ്ടാമത്തെ മീൻ ബോണ്ട് എൻതാൽപ്പി. ഡയാറ്റോമിക് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ, അതായത് രണ്ട് ഹൈഡ്രജൻ ആറ്റം കൂടി ചേർന്നു അവിടെ ഒരു ബോണ്ട് ഉണ്ടാകുന്നു. ആ രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇടയ്ക്കുള്ള ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിനുള്ള എനർജിയാണ് അവിടുത്തെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. For a diatomic molecule, the enthalpy change involved in this process is the bond dissociation enthalpy of hydrogen-hydrogen bond. The bond dissociation enthalpy is the change in the enthalpy when one mole of covalent bonds of gaseous covalent bond is broken to form product in the gas phase. Okay, bond dissociation enthalpy, bond break ചെയ്യുന്നതിന് ആവശ്യമായ എനർജി. പോളിയാറ്റോമിക് മോളിക്യൂൾ, അനേകം ആറ്റങ്ങൾ കൂടി ചേർന്നുള്ള മോളിക്യൂൾ ഉണ്ട് അല്ലെ. അവിടെ നമുക്ക് അതിന്റെ ഡെൽറ്റ എച്ച് ബോണ്ട് ഡിസോസിയേഷൻ അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ ആണ് sum of bond enthalpies of reactants minus sum of bond enthalpies of product. ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കുക, നമ്മൾ നേരത്തെ വേറൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, ഫോർമേഷൻ ഡെൽറ്റ ഇസ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടൻസ് ആയിരുന്നു അല്ലെ. എന്നാൽ ഇവിടെ എന്താണ്? റിയാക്ടൻസ് മൈനസ് പ്രൊഡക്റ്റ് ആണെന്നുള്ള കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. സം ഓഫ് ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ടൻസ് മൈനസ് സം ഓഫ് ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ്. ഈ വ്യത്യാസം നിങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെ ബോണ്ട് എൻതാൽപ്പി വരുമ്പോൾ റിയാക്ടൻസ് മൈനസ് പ്രൊഡക്റ്റ് എന്നുള്ള കൺസെപ്റ്റ്. ഇൻ ദിസ് കേസ് വി യൂസ് ദ മീൻ ബോണ്ട് എൻതാൽപ്പി CH bond. The reaction enthalpies are very important quantities as these arise from the changes that accompany the breaking of old bonds and formation of new bond. Delta H raised to 0 is related to the bond enthalpies of reactants and product in the gas phase. Now gas phase inde bond enthalpy sigma bond enthalpy of reactants minus sigma bond enthalpy of a product. Sigma എന്ന് പറഞ്ഞാൽ sum of കേട്ടോ, sum of bond enthalpies of reactants minus sum of bond enthalpies of a product. ഓക്കെ, ബോണ്ട് എൻതാൽപ്പി പോളിയാറ്റോമിക് മോളിക്യൂൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഒത്തിരി മോളിക്യൂൾ ഉണ്ട് അല്ലെങ്കിൽ ആറ്റംസ് ഉണ്ട്. ആ ആറ്റംസിന്റെ എല്ലാം കൂടെ sum of bond enthalpies of reactants minus sum of bond enthalpies of product.
നമ്മളിവിടെ പലതരത്തിലുള്ള എൻതാൽപ്പി ചേഞ്ച് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. Enthalpy of a solution of a substance is the enthalpy change when 1 mole of it dissolves in the specified amount of the solvent. ഒരു മോൾ സബ്സ്റ്റൻസ് അത് ലിക്വിഡ് ആകുന്നു, വെള്ളത്തിൽ സോൾവെന്റിനകത്ത് ലയിച്ചു ചേരുന്നതിന് ആവശ്യമുള്ള ആ എൻതാൽപ്പി ചേഞ്ചിനെയാണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ ആവുക, ഒരു സബ്സ്റ്റൻസ് സൊല്യൂഷൻ ആകുന്നു. അന്നേരം എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole of it dissolves in specified amount of solvent. Okay. The enthalpy of solution at infinite dilution is the enthalpy change observed on dissolving the substance in an infinite amount of solvent. അതുപോലെ ionic compound dissolves in a solvent. The ions leave their ordered position on their crystal lattice. These ions now become more free to move in the solution. നമ്മൾ ലിക്വിഡിനകത്താകുമ്പോൾ ആ അയോൺസിന്റെ മൊബിലിറ്റി കൂടുക, അതാണ് ഇവിടെ പറയുന്നത്. ബട്ട് solvation of these ions also occurs at the same time. Solvation ഓടെ നടക്കുന്നു. സോൾവേഷൻ, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. എൻതാൽപ്പി ഓഫ് സൊല്യൂഷനകത്ത് എൻതാൽപ്പി ചേഞ്ച് നടക്കുകയാണ്. ഒരു മോൾ സബ്സ്റ്റൻസ് അതിന്റെ സോൾവെന്റിനകത്തോട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാകുന്നു. ആ ചേഞ്ചിനെയാണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ അടുത്തൊരു കൺസെപ്റ്റ് ആണ് ഹൈഡ്രേഷൻ ഓഫ് വാട്ടർ. ഹൈഡ്രേഷൻ ഓഫ് വാട്ടർ, അതായത് കോമ്പൗണ്ട് എ എന്ന് പറയുന്നത് എ ബി ഒരു സോളിഡ് ആണ്, കോമ്പൗണ്ട് എ ബി. ആ കോമ്പൗണ്ട് എ ബി സൊല്യൂഷൻ നമ്മൾ സോൾവിനകത്ത് ലയിച്ച് അത് എ പ്ലസും പ്ലസ് ബി മൈനസ് അക്വസുമായി മാറുന്നു. എ ബി എന്ന് പറയുന്ന ആ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള സോളിഡ് അത് വെള്ളത്തിലായിട്ടാകുമ്പോൾ അതിന്റെ അയോൺസ് ആയി മാറുന്നു. എ പ്ലസും ബി മൈനസും ആയിട്ട് അക്വസ് ആയിട്ട് മാറുന്നു. എ പ്ലസിന് ചുറ്റും H2O മോളിക്കൂൾ ചുറ്റും വന്ന് നിൽക്കുന്നു. അതുപോലെ ബി മൈനസിന് ചുറ്റും H2O മോളിക്കൂൾ വന്ന് ചുറ്റും നിൽക്കുന്നു. ഇവിടെ നമുക്കിവിടെ പറയാൻ പറ്റും എ ബി എന്ന് പറയുന്ന സോളിഡ് എ പ്ലസ് പ്ലസ് ബി മൈനസ് ആകണമെങ്കിൽ നമുക്ക് അത് ഡയറക്റ്റ് അങ്ങനെയുള്ള ഇതിന് പറയുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. ദിസ് പിക്ചർ ഷോസ് ദ ഹൈഡ്രേഷൻ ഓഫ് വാട്ടർ. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എ ബി ആണ്. The enthalpy change of solution in water is therefore determined by selective values of lattice enthalpy. ഇവിടെ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന സോളിഡ് അതിന്റെ അയോൺസ് ആയി മാറുന്നു, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള അയോൺസ് ആയി മാറുന്നു. ആ ചേഞ്ചിനെയാണ് പറയുന്നത് ലാറ്റിസ് എൻതാൽപ്പി. ഈ ലാറ്റിസ് എൻതാൽപ്പി ഇവിടെ നമ്മൾ കാണിക്കുകയാണ്. എ ബി സോളിഡ് ഡെൽറ്റ എച്ച് ലാറ്റിസ് എൻതാൽപ്പി ഗീവ്സ് എ പ്ലസ് ഗ്യാസ് പ്ലസ് ബി മൈനസ് ഗ്യാസ്. അത് കഴിഞ്ഞിട്ടാണ് അത് എന്തായി മാറുന്നു, അത് നേരെ എ പ്ലസ് അക്വസ് പ്ലസ് ബി മൈനസ് ആയിട്ട് ഇവിടെ കൺവേർട്ട് ആകുന്നത്. നമുക്ക് അന്നേരം ഡെൽറ്റ എച്ച് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡെൽറ്റ എച്ച് സൊല്യൂഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാറ്റിസ് എനർജി പ്ലസ് ഹൈഡ്രേഷൻ എനർജി. ലാറ്റിസ് എനർജി പ്ലസ് ഹൈഡ്രേഷൻ എനർജിയാണ്. ഇതാണ് ഇവിടെ സൊല്യൂഷൻ, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പാടായതുകൊണ്ട് അത് ആദ്യം ലാറ്റിസ് എൻതാൽപ്പി കഴിഞ്ഞ് അതിന്റെ ഹൈഡ്രേഷൻ എനർജിയും കൂടെ ആകത്തുകയാണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ചില പ്രോപ്പർട്ടീസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം, ചിലത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഹെസ്സസ് ലോയുടെ ആപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് വരുന്നുണ്ട്. The lattice enthalpy of an ionic compound is the enthalpy change which occurs when 1 mole of an ionic compound dissociates into its ions in its gaseous state. നമ്മളൊരു പുതിയ ടേം പഠിക്കുകയാണ്, ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് സൈറ്റ് ബ്രേക്ക് ചെയ്തിട്ട് അതിലെ അയോൺസ് പുറത്തേക്ക് ചാടുന്ന ആ പ്രോസസ്സ്, അന്നേരം അതാണ് ലാറ്റിസ് എൻതാൽപ്പി. അതിന് നല്ല എനർജി കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ ആ പ്രോസസ്സ് നടക്കത്തുള്ളൂ. കാരണം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള നല്ല കോമ്പൗണ്ട് ആയിട്ട് നിൽക്കുമായിരുന്നു. അതിന്റെ ആ സ്ട്രക്ചറിനെ തകർത്തിട്ട് അതിലുള്ള കോമ്പൗണ്ട്സ്, അതായത് എയും ബിയും ആണെങ്കിൽ എ പ്ലസും ബി മൈനസും ആയിട്ട് അത് മാറണം, ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുവാണ്. The lattice enthalpy of ionic compound is the enthalpy change which occurs when 1 mole of an ionic compound dissociates into its ions in its gaseous state. പക്ഷെ നമുക്ക് ഈ ലാറ്റിസ് എൻതാൽപ്പി ഒന്നും ഡയറക്റ്റ് മെഷർ ചെയ്യാൻ സാധിക്കത്തില്ല. It is impossible to determine lattice enthalpy directly by an experiment. We can use it by an indirect method by constructing an enthalpy diagram called the bond-Haber cycle. ഒരു പുതിയൊരു കൺസെപ്റ്റോട് വരികയാണ് ബോണ്ട്-ഹേബർ സൈക്കിൾ. ബോണ്ട്-ഹേബർ സൈക്കിൾ എന്തിനു വേണ്ടിയാണ്? ലാറ്റിസ് എനർജി അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ബോണ്ട്-ഹേബർ സൈക്കിൾ. കാരണം ഇവിടെ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത് ലാറ്റിസ് എൻതാൽപ്പി ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട് നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. എന്താണ് ലാറ്റിസ് എൻതാൽപ്പി? ഇസ് ദ എൻതാൽപ്പി ചേഞ്ച്
എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ലാറ്റിസ് സൈറ്റ് ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ അയോൺസ് ആയിട്ട് മാറുന്നു. എങ്ങനെ അയോൺസ് ആണ്? ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള അയോൺസ് ആയി മാറുന്നു. The lattice enthalpy of an ionic compound is the enthalpy change which occurs when 1 mole of an ionic compound dissociates into its ion its gaseous state. Okay, നമുക്ക് ബോണ്ട്-ഹേബർ സൈക്കിളിൽ നോക്കാം. ബോണ്ട്-ഹേബർ സൈക്കിളിലൂടെ നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി കണ്ടുപിടിക്കാം. എനർജി റിക്വയർഡ് ടു കൺവേർട്ട് 1 mole of the solid compound into its gaseous state, gaseous ions. ഇവിടെ സോഡിയം ക്ലോറൈഡ്, ഒരു മോൾ സോഡിയം ക്ലോറൈഡ് ആണ്. ആ സോഡിയം ക്ലോറൈഡ് Na പ്ലസ് ഗ്യാസും Cl മൈനസ് ഗ്യാസുമായി മാറുന്നു. അതിന്റെ എൻതാൽപ്പി ചേഞ്ച്, ലാറ്റിസ് എൻതാൽപ്പി, അതായത് സോഡിയം ക്ലോറൈഡിന്റെ ലാറ്റിസ് തകരുന്നതിന് ആവശ്യമായ എൻതാൽപ്പി എന്ന് പറയുന്നത് +788 കിലോ ജൂൾ പെർ മോൾ ആണ്. 788 കിലോ ജൂൾ പെർ മോൾ. ഇതിന്റെ സൈൻ നമുക്കറിയാം, ഇറ്റ് ഇസ് ഹൈലി എൻഡോതെർമിക്. എന്താണ് എൻഡോതെർമിക്? റിയാക്ഷൻ ഹീറ്റ് കൊടുക്കണം അല്ലെ. We cannot directly calculate lattice enthalpy, but values are obtained indirectly through Hess's law. ഇവിടെയാണ് നമ്മുടെ Hess's lawയുടെ ആപ്ലിക്കേഷൻ വരുന്നത്. എന്താണ് Hess's law പറയുന്നത്? ഒരു റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ നടന്നാലും അനേക സ്റ്റെപ്പിൽ നടന്നാലും അതിന്റെ എല്ലാത്തിന്റെയും എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ കൺസെപ്റ്റിലൂടെ നമുക്ക് ലാറ്റിസ് എൻതാൽപ്പിയുടെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ബോണ്ട്-ഹേബർ സൈക്കിൾ. നമുക്ക് നോക്കാം. സോഡിയം ക്ലോറൈഡ്, നമ്മുടെ ഇവിടുത്തെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ സോഡിയം ക്ലോറൈഡ് Na പ്ലസ് ഗ്യാസും Cl മൈനസ് ഗ്യാസുമായി മാറുന്നു. അതായത് അത് ലാറ്റിസ് എൻതാൽപ്പി തകരുന്നു, അല്ലെങ്കിൽ അത് 1 മോൾ എങ്ങനെ സോഡിയം ക്ലോറൈഡ് ആകാം എന്നുള്ള ഒരു കൺസെപ്റ്റിനാണ് ഇവിടെ വരുന്നത്. നമുക്കിവിടെ കാണാം. സോഡിയം സോളിഡ് ആണ്, ½ Cl2 ഗ്യാസ്. നമുക്ക് ആദ്യം ഇവിടെ കാണിച്ചിരിക്കുക. അന്നേരം അവിടെ നമുക്ക് നമ്മുടെ ആവശ്യം സോഡിയം ക്ലോറൈഡ് ഇവിടെ വരണം. അതുപോലെ തന്നെ സോഡിയം പ്ലസ് Cl മൈനസ് എന്നുള്ള കൺസെപ്റ്റും ഉണ്ട്. സോഡിയം പ്ലസ് Cl മൈനസ് സോഡിയം ക്ലോറൈഡ് ആകുന്നു. അതുപോലെ സോഡിയം ക്ലോറൈഡ് Na പ്ലസ് Cl മൈനസ് എന്നുള്ള ആ കൺസെപ്റ്റിലോട്ട് നമുക്ക് ഉണ്ടാകണം. എന്താണ് ലാറ്റിസ് എൻതാൽപ്പി എന്നുള്ള കൺസെപ്റ്റ് കേട്ടോ. Na പ്ലസ് Cl മൈനസ് ആകാൻ വേണ്ടി ഈ സോഡിയം സോളിഡ് പ്ലസ് ½ Cl2 ആണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. ആദ്യം എടുക്കുന്ന റിയാക്ടൻസ് ആണ് സോഡിയം സോളിഡ് പ്ലസ് ½ Cl2 ഗ്യാസ്. നമ്മൾ ആദ്യം സോഡിയം സോളിഡിനെ പിടിക്കുക. സോഡിയം സോളിഡിനെ നമുക്ക് സോഡിയം ഗ്യാസ് ആക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് ആവുന്ന അവസ്ഥയ്ക്ക് പറയുന്നത് സബ്ലിമേഷൻ അല്ലെ. സബ്ലിമേഷൻ, ഈ സബ്ലിമേഷന്റെ എനർജി ഇവിടെ തന്നിട്ടുണ്ട് 108.4 കിലോ ജൂൾ പെർ മോൾ. നമ്മളിവിടെ സോഡിയം സോളിഡ് സോഡിയം ഗ്യാസ് ആയി മാറുന്നു. അതിന്റെ എൻതാൽപ്പി ചേഞ്ച് ആണ് സബ്ലിമേഷൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. ½ Cl2 ഗ്യാസ് അവിടെ തന്നെയുണ്ട്. അടുത്ത കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ സോഡിയം ഗ്യാസിനെ Na പ്ലസ് ഗ്യാസ് ആക്കി മാറ്റണം. നിങ്ങൾക്കറിയാം, ഒരു ആറ്റത്തിൽ നിന്ന് അതിന്റെ ഇലക്ട്രോൺ പോകുമ്പോഴാണ് അത് അയോൺ ആകുന്നത് അല്ലെ. എന്നിട്ട് സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി Na പ്ലസ് ആകുന്നു. അങ്ങനെയുള്ള ആ പ്രോസസ്സിന് പറയുന്ന അയണൈസേഷൻ. സോഡിയത്തിലൂടെ അയണൈസേഷൻ നടന്ന് Na പ്ലസ് ആയി മാറുന്നു. അന്നേരം ആ എനർജിയാണ് പറയുന്നത് അയണൈസേഷൻ എനർജി. ആ അയണൈസേഷൻ എനർജിയാണ് 495.6 കിലോ ജൂൾ പെർ മോൾ എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്ലസ് ½ Cl2 ഗ്യാസ്. Na പ്ലസ് ഗ്യാസ് ½ Cl2 ഗ്യാസ് ആണ്. നമുക്കിവിടെ ആവശ്യം എന്താണ്? Na പ്ലസ് ഗ്യാസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് Cl മൈനസ് ഗ്യാസ് ആക്കണം. അതിനുവേണ്ടി ½ Cl2 ഗ്യാസിനെ നമുക്ക് ഡിസോസിയേഷൻ നടത്തണം. ഡിസോസിയേഷൻ നടത്തുമ്പോൾ അവിടെ Na ½ Cl2 എന്ന് പറയുന്നത് Cl ഗ്യാസ് ആയി മാറുന്നു. എന്നായി മാറുന്നു? ക്ലോറിൻ ഗ്യാസ് ആയി മാറുന്നു. ഇനി ക്ലോറിൻ ഗ്യാസിനെ നമുക്ക് Cl മൈനസ് ആക്കണം. അതിനുവേണ്ടി നിങ്ങൾക്കറിയാം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ക്ലോറിനകത്തോട്ട് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ Cl മൈനസ് ആകുന്നു. ഓക്കെ, Cl മൈനസ് ആകുമ്പോൾ അതിന്റെ എൻതാൽപ്പി ചേഞ്ച് ആണ് നമ്മളിവിടെ കാണുന്നത്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമുക്ക് ഇവിടെ ഉദ്ദേശിച്ച എന്ത് കിട്ടി? Na പ്ലസ് ഗ്യാസും Cl മൈനസ് ഗ്യാസും കൂടെ കിട്ടി. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? NaCl, സോഡിയം ക്ലോറൈഡ് കിട്ടുന്നു. നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഈ റിയാക്ഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിന്റെ എൻതാൽപ്പി ചേഞ്ച് ആണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഈ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പല പ്രോസസ്സിലൂടെയാണ് നടന്നത്. ഇവിടെ നമ്മൾ കണ്ട സബ്ലിമേഷൻ, അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? അയണൈസേഷൻ, അടുത്ത സ്റ്റെപ്പ് ഡിസോസിയേഷൻ, അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? അടുത്ത സ്റ്റെപ്പ് ആയിരുന്നു ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആയിരുന്നു. ഇനി അടുത്തത് ഇവിടെ പറഞ്ഞുണ്ട് സോഡിയം പ്ലസ് ½ Cl2. അത് 1 മോൾ സോഡിയം ക്ലോറൈഡ് ആകുന്നതിനുള്ള ഫോർമേഷൻ ആണ് -411.2 എന്ന് പറയുന്ന എനർജി. അതിനെയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. സോഡിയം സോളിഡ് പ്ലസ് ½ Cl2 ഗീവ്സ് NaCl സോളിഡ്. ഇതെല്ലാം കൂടെ കൂട്ടി അതിന്റെ ആകെ തുകയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇവിടെയാണ് ഹെസ്സസ് ലോ അപ്ലൈ ചെയ്യുന്നത്. Bond-Haber cycle, a series of hypothetical steps and their enthalpy changes needed to convert elements to an
ionic compound and device to calculate the lattice energy. Using Hess's law as a means to calculate the formation of ionic compound. Using Hess's law as a means to calculate the formation of ionic compound നമുക്ക് കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മളിവിടെ ഇപ്പം നേരത്തെ പരിചയപ്പെട്ട ബോൺ ഹേബർ സൈക്കിൾ തന്നെയായിരുന്നു. എന്തായിരുന്നു ബോൺ ഹേബർ സൈക്കിളിനകത്ത് പറഞ്ഞിരുന്നത്? സോഡിയം സോളിഡ് സോഡിയം ഗ്യാസ് ആകുന്നു, അത് Na പ്ലസ് ആകുന്നു, Na പ്ലസ് കഴിഞ്ഞ് ഹാഫ് Cl2 Cl ആകുന്നു, Cl ആയി കഴിഞ്ഞ് Cl ഇലക്ട്രോൺ സ്വീകരിച്ച് Cl മൈനസ് ആകുന്നു. ഇതിന്റെ എല്ലാം എൻതാൽപ്പി ചേഞ്ച് ആണ് നമ്മൾ ഈ കാണുന്നത്. അത് അവസാനത്തെ Na പ്ലസ് ഗ്യാസ് Cl മൈനസ് എന്താകുന്നു? സോഡിയം ക്ലോറൈഡ് സോളിഡ് ആകുന്നു. നമുക്കിവിടെ ഒരു ഫോർമേഷൻ ഉണ്ട്. ഫോർമേഷനിൽ സോഡിയം സോളിഡ് ഹാഫ് Cl2 കൂടെ കൂടിച്ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഡയറക്റ്റ് ആയിട്ട് എൻതാൽപ്പി ഫോർമേഷൻ ആണ് -411. ഇതെല്ലാത്തിനും കൂടെ കൂട്ടിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലാറ്റിസ് എൻതാൽപ്പി കിട്ടുന്നത്. ലാറ്റിസ് എൻതാൽപ്പി ഇതാണ് ബോൺ ഹേബർ സൈക്കിളിനകത്ത് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും പല സ്റ്റെപ്പുകൾ കൂട്ടിച്ചേർത്താണ് നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി ഏത് ടേംസിൽ പറയാം? സോഡിയം ക്ലോറൈഡ് Na പ്ലസ് Cl മൈനസ് ആകുന്നെന്ന് പറയാം, അല്ലെങ്കിൽ Na പ്ലസ് Cl മൈനസ് ഗ്യാസ് സോഡിയം ക്ലോറൈഡ് ആകുന്ന ആ കൺസെപ്റ്റിൽ നമുക്ക് ലാറ്റിസ് എനർജി പറയാം. ബോൺ ഹേബർ സൈക്കിൾ എലമെന്റ്സ് കൺവേർട്ടഡ് ഇൻടു ഗേഷ്യസ് സ്റ്റേറ്റ്. നമ്മളിപ്പം കണ്ട ഗേഷ്യസ് സ്റ്റേറ്റ് Na സോളിഡ് എന്തായി മാറുന്നത്? Na ഗ്യാസ് ആയി മാറുന്നത്. അതാണ് ഗേഷ്യസ് സ്റ്റേറ്റ്. ലോസിംഗ് ഓർ ഗെയിനിങ് ഇലക്ട്രോൺ ടു ഫോം കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. Na പ്ലസും Cl മൈനസും ആകുന്നു. കമ്പൈനിങ് ഗേഷ്യസ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് ടു ഫോം സോളിഡ് അയോണിക് കോമ്പൗണ്ട്. Na പ്ലസ് ഗ്യാസ് പ്ലസ് Cl മൈനസ് ഗ്യാസ് ഗീവ്സ് NaCl സോളിഡ്. അതാണ് ഇവിടെ ബോൺ ഹേബർ സൈക്കിളിനകത്ത് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെയും എനർജി ഏതൊക്കെയാണ്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ സോഡിയം ക്ലോറൈഡ് -411. എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ, ആറ്റമൈസേഷൻ സബ്ലിമേഷൻ ആണ് കേട്ടോ അർത്ഥം. ഇവിടെ ആറ്റമൈസേഷൻ പറഞ്ഞിട്ടുള്ളൂ. +109. അതുപോലെ Cl ഹാഫ് Cl2 121. ഇലക്ട്രോൺ അഫിനിറ്റി, അതായത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി -364. അതുപോലെ സോഡിയത്തിന്റെ അയണൈസേഷൻ എനർജി 494. നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ പ്ലസ് ഇലക്ട്രോൺ അഫിനിറ്റി പ്ലസ് അയണൈസേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ പ്ലസ് ലാറ്റിസ് എനർജി. നമുക്കിവിടെ ലാറ്റിസ് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ലാറ്റിസ് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഈ സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോവുക. ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ -411 എന്ന് പറയുന്നത് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ അത് എന്താകുന്നത്? +411 ആയി മാറുന്നു. നമുക്ക് അന്നേരം അവിടെ അവസാനം വാല്യൂ കിട്ടുവാണ്. ഈ കാണിച്ചിരിക്കുന്ന ഇതാണ് സബ്ലിമേഷൻ ഓഫ് സോഡിയം മെറ്റൽ. വാല്യൂ ഉണ്ട് 108.4 കിലോ ജൂൾ പെർ മോൾ. രണ്ടാമത്തെ സ്റ്റെപ്പ് സോഡിയം ഗ്യാസ് Na പ്ലസ് ഇലക്ട്രോൺ കിട്ടുന്നു. അതാണ് അയണൈസേഷൻ എന്ന് പറയുന്നത്. അയണൈസേഷൻ എൻതാൽപ്പി 496 കിലോ ജൂൾ പെർ മോൾ ആണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡിസോസിയേഷൻ ഓഫ് ഫ്ലോറിനാണ്. ഹാഫ് Cl2 ഗ്യാസ് Cl ഗ്യാസ് ആയി മാറുന്നു. ഇവിടെ ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി 121 കിലോ ജൂൾ പെർ മോൾ ആണ്. അടുത്താണ് ഇലക്ട്രോൺ ഗെയിൻ, അതായത് ക്ലോറിൻ ഇലക്ട്രോൺ സ്വീകരിച്ച് Cl മൈനസ് ആകുന്നു. -348.6 കിലോ ജൂൾ പെർ മോൾ ആണ്. നമുക്കിവിടെ ലാറ്റിസ് എൻതാൽപ്പി കിട്ടാൻ വേണ്ടി നമ്മുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞായിരുന്നു. അതായത് -411.2 എന്തായി മാറി +411.2 ആയി മാറുന്നു. ഇനി എല്ലാത്തിനെയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുകയാണ് എൻതാൽപ്പി, ലാറ്റിസ് എൻതാൽപ്പി ദാറ്റ് ഈസ് ഈക്വൽ ടു 788 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, ഇതാണ് ലാറ്റിസ് എൻതാൽപ്പി ബോൺ ഹേബർ സൈക്കിളിലൂടെ കണ്ടുപിടിക്കുന്നത്. ഒറ്റ സ്റ്റെപ്പിലൂടെയല്ല, പല ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെയാണ് ബോൺ ഹേബർ സൈക്കിളിലൂടെ നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി കണ്ടുപിടിക്കുന്നത്. ഓർത്തിരിക്കുക, ബോർഡ് എക്സാമിന് ചോദിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മള് എൻതാൽപ്പിയെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ കെമിക്കൽ റിയാക്ഷനകത്ത് 2 തരത്തിലുള്ള റിയാക്ഷൻ നടക്കാം ഹീറ്റ് വെച്ച്, എക്സോതെർമിക്കും എൻഡോതെർമിക്കും. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹീറ്റ് എന്ന് പറയുന്നത് 0-യേക്കാൾ കൂടുതലായിരിക്കും. അതായത് അതിന്റെ എൻതാൽപ്പി ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ഇൻ ടു ദ സറൗണ്ടിങ്. എക്സോതെർമിക് റിയാക്ഷനകത്ത് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ഇൻ ടു ദ സറൗണ്ടിങ്. എൻഡോതെർമിക്കിനകത്ത് ഹീറ്റ് എന്ന് പറയുന്നത് 0-യേക്കാൾ കുറവായിരിക്കും. ഹീറ്റ് ഈസ് അബ്സോർബ് ഫ്രം ദ സറൗണ്ടിങ്. ഹീറ്റ് ഈസ് അബ്സോർബ് ഫ്രം ദ സറൗണ്ടിങ്. അതാണ് എൻഡോതെർമിക്. എൻഡോതെർമിക് എക്സോതെർമിക് നമ്മളിപ്പം കാണുകയാണ്. ഇവിടെ നമുക്ക് എക്സോതെർമിക്കിന്റെയും എൻഡോതെർമിക്കിന്റെയും എൻതാൽപ്പി ഡയഗ്രം നോക്കുകയാണെങ്കിൽ, എൻതാൽപ്പി ഡയഗ്രം ഫോർ എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷനകത്ത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യും അല്ലെ. ഇവിടെ ഇത് എനർജി നോക്കുകയാണെങ്കിൽ ടോട്ടൽ എൻതാൽപ്പി ഓഫ് ഇവിടെ പ്രൊഡക്റ്റ് ആണ് ഇവിടെ കുറവാണ്. പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി കുറവാണ്. റിയാക്ടന്റിന്റെ എൻതാൽപ്പിയാണ് കൂടുതൽ എക്സോതെർമിക്കിനകത്ത്. റിയാക്ടന്റ്
പ്രൊഡക്റ്റായി മാറുമ്പോൾ, ഇവിടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു. ഹീറ്റ് ഈസ് ഇവോൾവ് ഇൻ ദ റിയാക്ഷൻ. അതാണ് ഡെൽറ്റ എച്ച് എന്ന് കാണിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് വരണം, എക്സോതെർമിക്കിനകത്ത് പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി ആണ് കുറവ്. കൂടുതൽ ആരാണ്? റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആകാൻ വേണ്ടി ഇവിടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്താണ് അത് റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയി മാറുന്നത്. ഓർത്തിരിക്കുക, എളുപ്പമാണ്. എൻതാൽപ്പി ഡയഗ്രാം ഫോർ എക്സോതെർമിക് റിയാക്ഷൻ. അതുപോലെ നമുക്ക് എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടോട്ടൽ എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻസ് കുറവായിരിക്കും. കൂടുതൽ ആർക്കായിരിക്കും? പ്രൊഡക്റ്റിനായിരിക്കും കൂടുതൽ. അന്നേരം ഈ റിയാക്റ്റൻസ് പ്രൊഡക്റ്റ് ആകണമെങ്കിൽ എന്താ വേണ്ടത്? എൻതാൽപ്പി അബ്സോർബ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ അത് പ്രൊഡക്റ്റായി മാറത്തുള്ളൂ. അതാണ് ഇവിടെ അബ്സോർപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻതാൽപ്പി ഡയഗ്രാം ഫോർ എൻഡോതെർമിക് റിയാക്ഷൻ. നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ടത്, എൻഡോതെർമിക് റിയാക്ഷനകത്ത് റിയാക്റ്റൻസിന്റെ എൻതാൽപ്പി കുറവ്, കൂടുതൽ ആർക്കാണ്? പ്രൊഡക്റ്റിന്. ഈ രണ്ട് ഗ്രാഫും ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കണം. അടുത്താണ് എൻതാൽപ്പി ചേഞ്ച്. നമ്മളിപ്പം കണ്ട കാര്യങ്ങൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ട കാര്യം എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ, ടോട്ടൽ ഹീറ്റ് കണ്ടന്റ്, പലതരത്തിലുള്ള സ്റ്റേറ്റുകൾ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, മെൽറ്റിങ്, വേപ്പറൈസേഷൻ, അങ്ങനെയുള്ള പല ഇത് പഠിച്ചു. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഹെസസ് ലോ, അല്ലെ? എന്താണ് ഹെസസ് ലോ പറഞ്ഞത്? എൻതാൽപ്പി ചേഞ്ച് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഇസ് ദ സെയിം വെദർ ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ വൺ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്. ഇക്വേഷൻ ഓർത്തിരിക്കുക. ഹെസസ് ലോയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഹെസസ് ലോ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എൻതാൽപ്പി ചേഞ്ചും ഹെസസ് ലോയുമാണ് കണ്ടത്. ഓക്കെ, നിങ്ങൾ NCERT ടെക്സ്റ്റ് നല്ലവണ്ണം വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.